നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു വല്ലാത്ത ജനുസ് തന്നെ. ഒരു വശത്ത് പ്രതിപക്ഷം, മറുവശത്ത് കോൺഗ്രസ് പാർട്ടിയിലെ സതീശ വിമതർ. സ്വന്തം മുന്നണിയിൽ പോലും എതിർപ്പുകൾ ശക്തമാണ് സതീശന്. മുഖ്യമന്ത്രി കസേരയിലെത്തിയത് പടവെട്ടി. ആ കസേരയിൽ 6 മാസം തികഞ്ഞിരിക്കില്ല എന്ന് രാഷ്ട്രീയ ശത്രുക്കൾ അപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകി. വി ഡി സതീശൻ്റെ ആദ്യ ബജറ്റിൽ ചില ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ. ഏറെ കോളിളക്കമുണ്ടാക്കും എന്ന് മാധ്യമങ്ങൾ ആദ്യം വിളിച്ചുകൂവിയ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടന, കരിമണൽ ഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് പതിച്ചു നൽകുന്ന ബജറ്റ് എന്ന കടുത്ത ആക്ഷേപം. മറുവശത്ത് മന്ത്രിമാരോട് പോലും കാര്യങ്ങൾ ആലോചിക്കാത്ത പ്രകൃതം. മുന്നണിയിലോ പാർട്ടിയിലോ ചർച്ചയില്ല. എല്ലാം നിശ്ചയിച്ചുറപ്പിക്കുന്നത് സതീശൻ തീരുമാനിക്കും, പ്രഖ്യാപിക്കും. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിനു പിന്നിൽ തൻ്റെ വാക്കുകളുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന VM സുധീരനെ പോലെയുള്ള ആളുകൾ. സതീശനൊപ്പം ഈ യുദ്ധത്തിൽ രാഷ്ട്രീയ ചാവേറുകൾ അധികമില്ല. ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാണ് എന്നതാണ് സതീശൻ്റെ ടാഗ് ലൈൻ. ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെ പടവെട്ടി മുന്നോട്ട് പോകാനാണ് സതീശൻ ഇഷ്ടം. എന്നാൽ മറുവശത്ത് ചില അത്ഭുത കാഴ്ചകൾ. വി ഡി സതീശൻ്റെ ബജറ്റ് അവതരണത്തിന് തൊട്ടുപിന്നാലെ ഏറ്റവും ശക്തമായ വിയോജിപ്പുമായി കളത്തിലിറങ്ങിയത് സാക്ഷാൽ VM സുധീരൻ. മുൻ KPCC അധ്യക്ഷനും മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമൊക്കെയാണ് VM സുധീരൻ. 2011-16 കാലഘട്ടം. അന്ന് ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത സൗന്ദര്യപ്പിണക്കം. ഉമ്മൻചാണ്ടിയോട് അടങ്ങാത്ത കലിപ്പുണ്ടായിരുന്നു അന്ന് VM സുധീരന്. സുധീരൻ AK ആൻ്റണിയുടെ മനസ്സും മനസ്സാക്ഷിയുമാണ്. അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കരുനീക്കങ്ങൾ നടത്താൻ VM സുധീരന് ആൻ്റണി മൗനാനുവാദവും നൽകി. മദ്യനയത്തിൽ ഉമ്മൻചാണ്ടിയുടെ കഴുത്തിന് കുരുക്കിയാൽ ഉമ്മൻചാണ്ടി പിഴയുമെന്ന് സുധീരൻ അറിയാം. അതുകൊണ്ട് തന്നെ മദ്യലോബിക്കെതിരെയുള്ള ശക്തമായ പ്രസ്താവനകൾ. ആ കാലഘട്ടത്തിലാണ് ഗുണനിലവാരമില്ലാത്ത ബാറുകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരുന്നത്. കേരളത്തിൽ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം കൊണ്ടുവരും എന്ന പ്രചരണം നടത്തിയായിരുന്നു 2011 UDF അധികാരത്തിലേറിയത്. അധികാരത്തിലേറിയതിന് തൊട്ടുപിന്നാലെ ഉമ്മൻചാണ്ടി മദ്യലോബിക്കൊപ്പമെന്ന ആക്ഷേപം ശക്തമായി. ഇതിന് പിന്നിൽ ചരട് വലിച്ചത് ആ കാലഘട്ടത്തിൽ KPCC അധ്യക്ഷനായിരുന്ന VM സുധീരൻ. ഉമ്മൻചാണ്ടിക്ക് നിരന്തരം തലവേദനകൾ ഒരുക്കിക്കൊണ്ടിരുന്നു VM സുധീരൻ. VM സുധീരനെ അങ്ങോട്ട് പോയി കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രകൃതം ഉമ്മൻചാണ്ടിക്കില്ല. രണ്ടുപേർക്കുമിടയിൽ കടുത്ത ഈഗോ. ഒടുവിൽ ഗുണനിലവാരമില്ലാത്ത ബാറുകളുടെ കാര്യത്തിൽ കർക്കശ നിലപാടെടുക്കണമെന്ന് VM സുധീരൻ ശാഠ്യം പിടിക്കുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി കേരളത്തിലെ ബാറുകളുടെ കാര്യത്തിൽ ഒരു കടുംവെട്ടിന് നിർബന്ധിതനായി. ഗുണനിലവാരമില്ലാത്ത ബാറുകൾ അടച്ചുപൂട്ടാനുള്ള VM സുധീരൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലുകൾ ഒഴികെ മുഴുവൻ ബാറുകളും അടച്ചുപൂട്ടാൻ ഉമ്മൻചാണ്ടി അങ്ങ് തീരുമാനം പ്രഖ്യാപിച്ചു. അതിനു പിന്നാലെയാണ് മദ്യക്കോഴ അടക്കമുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നത്. അത് മന്ത്രിസഭയുടെ പതനത്തിനും കാരണമായി. ഉമ്മൻചാണ്ടിക്കെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ചൊരിയുന്നതിൽ അന്ന് VM സുധീരൻ മത്സരിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ അന്തകനായി മാറിയത് VM സുധീരൻ തന്നെയാണ്. അതേ സുധീരൻ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ താനാണ് രാഷ്ട്രീയ ചാണക്യൻ എന്ന തലത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തുടങ്ങി. തൻ്റെ അനുഗ്രഹം വാങ്ങി തന്നോട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് വി ഡി സതീശൻ മുന്നോട്ട് പോകുമെന്ന് സുധീരൻ പ്രതീക്ഷിച്ചു. എന്നാൽ സതീശൻ ശൈലി അതല്ലല്ലോ. ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിൽ തിരുത്തലുകൾ വരുത്തണമെന്ന് സുധീരൻ തുടർന്ന് ചില പ്രസ്താവനകളിലൂടെ ആവശ്യപ്പെട്ടു. സതീശനത് മൈൻഡ് ചെയ്തില്ല. തുടർന്നായിരുന്നു മുഖ്യമന്ത്രിക്ക് ഒരു നീണ്ട കത്തിൻ്റെ കോപ്പി പത്രങ്ങളായ പത്രങ്ങൾക്കും ചാനലുകളായ ചാനലുകൾക്കുമൊക്കെ സുധീരൻ വിതരണവും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി അത് പകുതിയാക്കിയ നടപടി തീർത്തും അശാസ്ത്രീയമാണ്. ഇതല്ല നമ്മുടെ പോളിസി. UDF യോഗത്തിന് മുൻപ് തന്നെ ആ തീരുമാനം പിൻവലിക്കണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടു. കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് പതിച്ചു നൽകുന്ന തീരുമാനവും പിൻവലിക്കണം. 2 ആവശ്യങ്ങളടങ്ങിയ കത്ത് വി ഡി സതീശൻ്റെ കയ്യിൽ കിട്ടുന്നു. ആ കത്തെടുത്ത് 4 ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു വി ഡി സതീശൻ. എടുത്ത തീരുമാനത്തിൽ നിന്ന് അണുവിട താൻ പിന്നോട്ടില്ല എന്ന ഉറച്ച പ്രഖ്യാപനം. ഇതോടെ VM സുധീരൻ ചുരുണ്ടുകൂടി. എന്നാൽ VM സുധീരൻ അപ്രതീക്ഷിത പ്രഹരം കിട്ടിയത് സമൂഹമാധ്യമങ്ങളിലെ കടുത്ത വിയോജിപ്പാണ്. സുധീരനെതിരെ സമൂഹമാധ്യമങ്ങളാകെ ശക്തമായ പ്രതിഷേധമുയർത്തി. സതീശിൻ്റെ അന്തകനായി സുധീരൻ മാറരുത്. പണ്ട് ഉമ്മൻചാണ്ടിക്കെട്ടുള്ള പണി അതിതുവരെ ജനങ്ങൾ മറന്നിട്ടില്ല.
സതീശനെയും തൊലയ്ക്കാനിറങ്ങിയാൽ VM സുധീരനെ തങ്ങൾ മൂലക്കിരുത്തുമെന്ന് ജനം. മറുവശത്ത് VD സതീശൻ സുധീരനെ മൈൻഡ് ചെയ്തതേയില്ല. സുധീരന് മറുപടി കൊടുത്തില്ല എന്ന് മാത്രമല്ല, സുധീരനെ ഫോണിൽ പോലും വിളിക്കാൻ സതീശൻ കൂട്ടാക്കിയില്ല. മറുവശത്ത് നിയമസഭയിൽ പിണറായി വിജയനും ബാലഗോപാലിനുമൊക്കെ കട്ടയ്ക്ക് VD സതീശൻ മറുപടി കൊടുത്തു. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടന പരിഷ്കരിക്കാനുള്ള നിർദ്ദേശമുണ്ടായത് പഴയ മന്ത്രിസഭയുടെ കാലത്തല്ലേ? വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാനുള്ള നയപരമായ തീരുമാനമെടുത്തത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തല്ലേ? അന്ന് ഇതിനൊക്കെ തുടക്കമിട്ടത് MV ഗോവിന്ദൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലല്ലേ എന്ന് സതീശൻ്റെ ചോദ്യം. തങ്ങളോട് ആലോചിക്കാതെയാണ് സതീശൻ എല്ലാം ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്ന് പരിതപിച്ചുകൊണ്ട് M ലിജുവും KC പക്ഷവുമൊക്കെ രംഗത്തിറങ്ങി അട്ടഹാസം നടത്തിയിരുന്നു. അവർക്കുമുള്ള മറുപടി നിയമസഭയിൽ വെച്ച് സതീശൻ അങ്ങ് കൊടുത്തു. ബജറ്റിലെ നിർദ്ദേശങ്ങൾ സാധാരണ മന്ത്രിമാരുമായോ മറ്റുള്ളവരുമായോ ചർച്ച ചെയ്യാറില്ല. ബജറ്റിൽ നികുതി ഘടന പ്രഖ്യാപിക്കുന്നതും നിശ്ചയിക്കുന്നതും ധനവകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് തങ്ങൾ നിറവേറ്റി അതിൽ നിന്ന് അണുവിട പിന്നോട്ടില്ല. ഇനി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണോ വേണ്ടയോ എന്നത് UDFന് തീരുമാനിക്കാം. അത് മദ്യനയമാണ്. അക്കാര്യത്തിൽ തൻ്റെ അഭിപ്രായം താൻ പറയും എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. ഇതോടെ KC പക്ഷത്തിൻ്റെയും VM സുധീരൻ്റെയും നാവടഞ്ഞു. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് പതിച്ചു നൽകുമെന്ന് ബജറ്റിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ബജറ്റ് ഉയർത്തിക്കാട്ടി പിണറായി വിജയനോടെന്നതുപോലെ സതീശൻ്റെ ഒരു ചോദ്യം. ആ ചോദ്യം യഥാർത്ഥത്തിൽ VM സുധീരന് നേർക്കായിരുന്നു. അങ്ങനെ സുധീരൻ ചുരുണ്ടുകൂടി എന്നല്ല, ആകെ മൂലയ്ക്ക് അടിച്ചിരുത്തി കളഞ്ഞു. ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ട സുധീരന് മിണ്ടാട്ടമില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഏർപ്പെടുത്തിയുള്ള പ്രഖ്യാപനം ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തരുതെന്നാണ് സുധീരൻ ആവശ്യപ്പെട്ടത്. എന്നാൽ VD സതീശൻ ഈ നിർദ്ദേശം ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തി. വിവാദമായ ബജറ്റ് നിർദ്ദേശം ബില്ലിൽ ഉൾപ്പെടുത്തരുത് എന്ന് സുധീരനെ പോലൊരു നേതാവ് കത്ത് നൽകി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പ്രതികരിച്ച് നടത്തിയ ഒരാവശ്യം. അതിനു നേരെ മുഖം തിരിച്ചുകൊണ്ടുള്ള VD സതീശൻ്റെ ശൈലി. സുധീരൻ്റെ ആവശ്യം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞതോടെ വ്യക്തമായ സന്ദേശമാണ് VM സുധീരന് VD സതീശൻ നൽകുന്നത്. ഭരണകാര്യത്തിൽ അങ്ങനെ ഇടപെടാനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്ന തീരുമാനം മുന്നണിക്ക് വിട്ടിരിക്കുന്നു. അത് മുന്നണിയുടെ നയപരമായ തീരുമാനമാണ്. അപ്പോൾ VM സുധീരന് വേണമെങ്കിൽ അഭിപ്രായം പറയാം. എന്നാൽ UDF യോഗം എന്ന് നടക്കും എന്നുപോലും ഇതുവരെ തീരുമാനമായിട്ടില്ല. നികുതി കുറച്ചതിലൂടെ 600 കോടിയുടെ നഷ്ടമുണ്ടായി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇവിടെ വിൽക്കാത്ത ഒരു മദ്യത്തിൻ്റെ നികുതി കുറച്ചതിലൂടെ എന്ത് നഷ്ടം എന്ന് തിരിച്ചടിച്ചിരിക്കുന്നു സതീശൻ. ജൂലൈ 1-ാം തീയതി ധനബിൽ നിയമസഭയിൽ അവതരിപ്പിക്കും. ബിൽ പാസ്സായാലും വിൽപ്പനയ്ക്ക് അനുമതി നൽകില്ല എന്നതാണ് UDFൽ ചിലർ പറയുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിൻ്റെ അനുമതി ആവശ്യമാണ്. ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി കടുത്ത വിയോജിപ്പിൽ. എന്നാൽ മുസ്ലിം ലീഗ് അടക്കം എല്ലാ ഘടകകക്ഷികളും ഇപ്പോഴും സതീശന് പിന്നിൽ കട്ടയ്ക്ക് നിൽക്കുന്നു. അതുതന്നെയാണ് സതീശൻ്റെ ഏറ്റവും വലിയ ശക്തിയും. കുട്ടനാട്ടിലെ പ്രാദേശിക അവധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ PK കുഞ്ഞാലിക്കുട്ടി കട്ട പിന്തുണയാണ് സതീശന് നൽകുന്നത്. പലരും പറയുന്നു പഴയ കരുണാകരൻ ശൈലിയിലാണ് ഇപ്പോൾ സതീശൻ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തനിക്കൊപ്പം നിർത്താനുള്ള ചില അടികളികളും ഇതിനിടയിൽ സതീശൻ തുടങ്ങി. പല പാർട്ടി നേതാക്കളെയും സതീശൻ പാർട്ടിലാക്കി കഴിഞ്ഞു. KC പക്ഷവും രമേശ് പക്ഷവുമൊക്കെ ചെറിയ വേവലാതിയിലാണ്. തങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട പല നേതാക്കളെയും പ്രാദേശികാടിസ്ഥാനത്തിൽ സതീശൻ ആകർഷിക്കുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഗ്രൂപ്പുകളിലേക്ക് മുതിരാത്ത സതീശൻ എന്നാൽ പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി എന്ന അധികാരമാണ് തൻ്റെ കയ്യിലിരിക്കുന്നത്. അത് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ബിരുദും വിദ്യയുമൊക്കെ സതീശന് വ്യക്തമായി അറിയാം. കരുണാകരനേക്കാൾ അല്ലെങ്കിൽ മറ്റു പല ശക്തരായ നേതാക്കളേക്കാൾ സതീശനുള്ള മറ്റൊരു ഫോർമുലയുണ്ട് കയ്യിൽ. ജനപക്ഷത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും നിയമസഭയിൽ അദ്ദേഹം നടത്തുന്ന അത്യുഗ്രൻ പ്രസംഗങ്ങളും ഏത് രാഷ്ട്രീയ എതിരാളിയെയും മലത്തിയടിക്കാൻ പര്യാപ്തമാണ് ഈ രണ്ട് ശൈലി. ഈ ശൈലി തന്നെയാണ് സതീശൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ്. ഒരു വശത്ത് തികഞ്ഞ ജനപിന്തുണ, മറുവശത്ത് നിയമസഭയിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ മലർത്തിയടിക്കാനുള്ള വൈഭവം. സതീശൻ അതുകൊണ്ട് തന്നെ വ്യത്യസ്തനാണെന്ന് ജനങ്ങൾ കരുതുന്നു. ബെക്കാടി കമ്പനിയുടെ കയ്യിൽ നിന്ന് കോടികൾ അഴിമതിപ്പണം വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതായതും സതീശൻ ശൈലിയിൽ തന്നെ. ഇങ്ങോട്ട് വരുന്ന ആരോപണങ്ങളെ അതിൻ്റെ 100 ഇരട്ടി ശക്തിയിൽ അടിച്ചു തെറിപ്പിക്കുന്ന ബിരുദ്.
നിയമസഭയിൽ എന്തെങ്കിലും ആരോപണവുമായി പ്രതിപക്ഷമൊന്ന് തലപൊക്കിയാൽ അപ്പോൾ തന്നെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൻ്റെ ക്രൂരത സതീശൻ എടുത്തിട്ട് അമ്മാനമാടും. VM സുധീരനല്ല ഒരു നേതാവിനും ഇപ്പോൾ സതീശനെ തിരുത്താൻ കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.